അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അർബഊന നബവിയിലെ 19-ാമത്തെ ഹദീസ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് قال كنت خلف رسول الله صلى الله عليه وسلم يوما فقال يا غلام إني أعلمك كلمات احفظ الله يحفظك احفظ الله تجده تجاهك. കുട്ടിയായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയിൽ പ്രവാചകന്റെ പിന്നിലിരുന്നു കൊണ്ട് വാഹനപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ സ്നേഹത്തോടുകൂടി ആ കുട്ടിയെ പ്രവാചകൻ വിളിച്ച് കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച ചില കാര്യങ്ങളാണ്. യാ ഗുലാം, അല്ലയോ മകനെ, അല്ലയോ കുട്ടി, യഹ്ഫദില്ലാഹ യഹ്ഫദുക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിന്നെ രക്ഷിക്കും, നിനക്ക് കാവലാകും. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ്. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടി നമ്മുടെ അനിയന്ത്രിതമായ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. അള്ളാഹുവിന് വേണ്ടി പല കാര്യങ്ങളും ത്യജിക്കുവാൻ, ബലി നൽകുവാൻ തയ്യാറാകുക എന്നതാണ് യഹ്ഫദില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കുക, എൽമിനെ സംരക്ഷിക്കുക, ദീനിയായ സദസ്സുകളിൽ പങ്കാളികളാകുക, പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകുക, അതുപോലെ തന്നെ ദീൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾക്ക്, പള്ളികൾക്ക്, മദ്രസകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. യഹ്ഫദുക്, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മയ്ക്ക് പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? ഏറ്റവും മാന്യനായവനാണ് അള്ളാഹു. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അതിനേക്കാൾ കൂടുതലായി അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ അടിയാന്മാർക്ക്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് നമ്മൾ കരുണ കാണിക്കുക, പൊറുക്കൽ, വിട്ടുവീഴ്ച. മനുഷ്യന്മാരോട് നമ്മളിങ്ങനെ വിട്ടുവീഴ്ചയും കരുണയും കാണിച്ചാൽ അള്ളാഹുവിൻ്റെ കരുണയും വിട്ടുവീഴ്ചയും പൊറുക്കലും എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്കും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടിയവർക്ക് പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തരാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. എന്തെന്നാൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച ഔലിയാക്കളും അമ്പിയാക്കളും അവരുടെ ചരിത്രം പറഞ്ഞെടുത്ത അള്ളാഹു അവർ നേരിട്ട പ്രതിസന്ധികൾ, അവർ സഹിച്ച ത്യാഗങ്ങൾ, അവർ നേരിട്ട പരീക്ഷണങ്ങൾ അള്ളാഹു പറഞ്ഞു. എന്തെന്നാൽ അതിലൂടെ അള്ളാഹു ഒരുപാട് നന്മകൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പരീക്ഷണങ്ങൾ അത് അള്ളാഹു നമുക്കുള്ള നന്മയാക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സംരക്ഷണമാണത്. തജിദുഹു തുജാഹക്, നിനക്ക് അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ കാണാൻ കഴിയുമെന്നത് അള്ളാഹു നമ്മുടെ നന്മയുടെ വഴികളിലേക്ക് നടക്കും. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകും. നന്മ ചെയ്യാൻ അള്ളാഹു നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും. തിന്മയിൽ നിന്ന് അള്ളാഹു നമ്മളെ തടയിടും. അങ്ങനെ നേരായ മാർഗത്തിൽ നടക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.